നമസ്കാരം ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ഇസ് ലൈവ്. യൂർഗൻ ക്ലോപ്പിന്റെ അനൗൺസ്മെന്റ് ശരിക്കും പറഞ്ഞ ഒരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആണ്. അത് ചെയ്യണം, വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൈകി, 48 മണിക്കൂറായി. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിന്റെ താളവും ഫുട്ബോളിന്റെ താളവും ഒരുമിച്ച് പോകണമെന്ന് നിർബന്ധമില്ലല്ലോ. അങ്ങനെ ഒരുമിച്ച് പോകാത്തൊരു താളത്തിന്റെ ഒരു വഴിയിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ഒരു പക്ഷേ കുറച്ച് വൈകിപ്പോയി വീഡിയോ ചെയ്യാനെന്നുള്ളത് തോന്നുന്നു. പക്ഷെ എന്നാലും ചെയ്യേണ്ടത് തന്നെയാണ്. യൂർഗൻ ക്ലോപ്പിന്റെ അനൗൺസ്മെന്റ് മാസീവ് ഷോക്ക്. പ്രത്യേകിച്ച് ലിവർപൂൾ ഫാൻസിന് മാത്രമല്ല, ഫുട്ബോൾ ഫാൻസിന് ഒട്ടടങ്കം തന്നെ ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. കാരണം യൂർഗൻ ക്ലോപ്പ് ആൻഡ് ലിവർപൂൾ ആൻഡ് യൂർഗൻ ക്ലോപ്പ് ഒരു മാരേജ് മെയ്ഡ് ഇൻ ഹെവൻ പോലെയായിരുന്നു. എനിക്ക് തോന്നുന്നു പ്രീമിയർ ലീഗിലെ രണ്ട് മോസ്റ്റ് സ്റ്റഡിയസ് ക്ലബ്സ് ആൻഡ് ദ മാനേജേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ബോത്ത് സിറ്റി ആസ് വെൽ ആസ് ലിവർപൂൾ. ആൻഡ് അതിന്റെ ബെനിഫിറ്റ്സ് രണ്ടുപേരും തീർച്ചയായിട്ടും റീപ്പ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് സിറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇന്നത്തെ വീഡിയോ ഇറ്റ്സ് ഓൾ അബൌട്ട് യൂർഗൻ ക്ലോപ്പ്. ഐ തിങ്ക് യൂർഗൻ ക്ലോപ്പ് will go down as a legendary manager for Liverpool എന്നുള്ളതിൽ സംശയമില്ല. കാരണം ലിവർപൂൾ അതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന സീസണുകളും യൂർഗൻ ക്ലോപ്പ് വന്നിട്ടുണ്ടായിരുന്നുള്ള സീസണുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ വല്ലാത്ത വ്യത്യാസം തന്നെയാണ്. പിന്നെ ആ സ്റ്റൈൽ ഓഫ് പ്ലേ, ആ പാഷൻ, ബ്രിങ്ങിങ് ബാക്ക് ദാറ്റ് ആൻഫീൽഡ് അറ്റ്മോസ്ഫിയർ, മൊത്തത്തിൽ എടുത്തു പോകാൻ നേരത്തെ ഇറ്റ്സ് ബീൻ അബ്സല്യൂട്ട്ലി ബ്രില്യൻ ഫ്രം ക്ലോപ്പ്. ആൻഡ് ഒരു പക്ഷേ ക്ലോപ്പിന്റെ ഏറ്റവും വലിയ എതിരാളി അല്ലെങ്കിൽ തന്റെ ടൈറ്റിലുകൾ കുറച്ചും കൂടെ കൂടുതൽ കിട്ടാനായിട്ട് ആരെങ്കിലും തടസ്സം നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് പെപ് ഗോർഡിയോള തന്നെയാണ്. കാരണം തന്റെ സീസണിൽ 90 പോയിന്റുകൾ കൂടുതൽ നേടിയിട്ട് സെക്കൻഡ് എത്തേണ്ട സിറ്റുവേഷൻ ആണ് യൂർഗൻ ക്ലോപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഒരു 1 more അല്ലെങ്കിൽ 2 more പ്രീമിയർ ലീഗ് ടൈറ്റിൽസ് എങ്ങനെ നോക്കിയാലും യൂർഗൻ ക്ലോപ്പിന്റെ ലിവർപൂൾ ടീമിന് തന്നെ വേണമായിരുന്നു. ആൻഡ് യെസ്, ഡൊമസ്റ്റിക് കപ്പ് അടിച്ചു, അതിനകത്ത് ചെൽസിയും അതിനകത്ത് ഭാഗമായിരുന്നു. ഫൈനലില് 0-0. ആൻഡ് ചെൽസി ആയിട്ടുള്ള എല്ലാ കളികളും എപ്പോഴും ഹാസ് ഓൾവേസ് ബീൻ ക്വൈറ്റ് എന്റർടൈനിങ് വിത്ത് ലിവർപൂൾ. യൂർഗൻ ക്ലോപ്പ് വിൽ ബി എ മാസീവ് മിസ്, പ്രത്യേകിച്ച് പ്രീമിയർ ലീഗിന് വേണ്ടിയിട്ട്. ഇന്നത്തെ പ്രത്യേകിച്ച് ഈ ഒരു സീസണിലെ പ്രീമിയർ ലീഗിലെ കോച്ചുകളുടെയും അവരുടെ ടീമുകളുടെയും ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കര മാറിയിരിക്കുകയാണ്. അത് വളരെ നല്ല രീതിയിൽ നമുക്ക് കാണാനുണ്ട്. ഇപ്പൊ വെസ്റ്റ് ഹാം, ആസ്റ്റൺ വില്ല, ടിപ്പിക്കലി നമ്മളൊരു ടോപ്പ് 4 അല്ലെങ്കിൽ ബ്രൈറ്റൺ ഈ സീസൺ കുറച്ച് ഓഫ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ടിപ്പിക്കൽ ഒരു ടോപ്പ് 4 ടീം എന്ന് പറയുന്ന ഒരു ടീമിൽ ഉൾപ്പെടുത്താത്ത മറ്റുള്ള ടീമുകൾ തിരിച്ചു വരുന്നു. അവരുടെ പെർഫോമൻസ് ഒക്കെ വളരെ രസകരമായി മാറുന്നു. ആർസണലിലെ ആർട്ടറ്റ ടൈറ്റിൽ ചാലഞ്ച്. അപ്പൊ മൊത്തത്തിൽ ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രീമിയർ ലീഗ്. അടുത്ത സീസൺ ഇത് കുറച്ചുകൂടെ മുറുകുകയുള്ളൂ എന്നുള്ള വിശ്വാസത്തിലിരിക്കുന്ന സമയത്താണ് യൂർഗൻ ക്ലോപ്പിന്റെ ഈ ഒരു അനൗൺസ്മെന്റ്. ഹിസ് പാഷൻ ഇസ് ഇൻഫെക്ഷ്യസ്, ഹിസ് ഡെഡിക്കേഷൻ. പിന്നെ ചില സമയത്ത് പറയുന്ന എക്സ്ക്യൂസസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചിരിച്ച് മരിച്ചു പോകും. എനിക്ക് ഓർമ്മ വരുന്ന ഏറ്റവും വലിയ എക്സ്ക്യൂസ് യൂർഗൻ ക്ലോപ്പിന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ 2 പ്ലേയേഴ്സ് ഒന്ന് ഇഞ്ചോർഡ് ആയിരുന്നു ആദ്യത്തെ പകുതിയിൽ. അപ്പൊ യൂർഗൻ ക്ലോപ്പിനോട് ചോദിച്ചപ്പോൾ യൂർഗൻ ക്ലോപ്പ് പറഞ്ഞു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്ലേയേഴ്സ് ഇഞ്ചോർഡായി, അതുകൊണ്ട് ഞങ്ങളുടെ താളം തെറ്റി എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ആരായിട്ടായിരുന്നു അവസാനത്തെ ഗോൾ ഞങ്ങളത് വുൾസ് ആയിട്ടായിരുന്നു അവസാനത്തെ ഗോൾ. ഞാനത് ഗോളായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. കാരണം അദ്ദേഹം ഉദ്ദേശിച്ച എന്താണെന്ന് ചോദിച്ചാൽ അപ്പോഴത്തേക്കും കളി കയ്യിൽ നിന്ന് പോയെന്നാണ്. അപ്പൊ തിരിച്ച് എതിർ ടീം അത് ട്രോൾ ചെയ്തു, അവസാനം ഒരു ഗോൾ മാറ്റിയിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് എക്സ്ക്യൂസസുകളൊക്കെ യൂർഗൻ ക്ലോപ്പിന്റെ ഭയങ്കര രസകരമാണ്. കുറച്ച് ഭയങ്കര എന്താ പറയുക, ഒരു ടിപ്പിക്കൽ ജർമ്മൻ പോലെ മുഖത്തടിച്ച് പറയുന്ന അല്ലെങ്കിൽ ഓണസ്റ്റ് ആയിട്ട് ഒപ്പീനിയൻ പറയുന്ന ഒരു വ്യക്തി തന്നെയാണ്. സോ ദാറ്റ് പാഷൻ ആൻഡ് ദാറ്റ് ഫയർ വിൽ ഡെഫിനറ്റ്ലി ബി മിസ്ഡ് ബൈ ലിവർപൂൾ ഫാൻസ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആൻഡ് തീർച്ചയായിട്ടും പ്രീമിയർ ലീഗ് തന്നെ മിസ് ചെയ്യും. കാരണം യൂർഗൻ ക്ലോപ്പ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പ്രീമിയർ ലീഗ് ഒരു കണ്ടം ലീഗാക്കി മാറ്റിയനെ പെപ് ഗോർഡിയോള. ഏകദേശം ആക്കി. ഈ സീസണാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 3-4 ടീമെങ്കിലും ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേത് കുറച്ചെങ്കിലും കഴിഞ്ഞ സീസണിൽ ആർട്ടറ്റ ഉണ്ടായിരുന്നു, അതിന് മുമ്പത്തുള്ള സീസണുകളിൽ കുറച്ചെങ്കിലും കട്ടയ്ക്ക് പിടിച്ച് നിർത്താനായിട്ടുണ്ടായിരുന്ന ലിവർപൂൾ ആയിരുന്നു. സോ ഇറ്റ്സ് ഓൾവേസ് ബീൻ സിറ്റി വേഴ്സസ് ലിവർപൂൾ. ആ ഒരു എക്സൈറ്റ്മെന്റ് ശരിക്കും പറഞ്ഞാൽ പ്രീമിയർ ലീഗിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു കാരണം വേറെ ആരുമല്ല, യൂർഗൻ ക്ലോപ്പ് തന്നെ. സോ ഹിസ് ടൈം വിത്ത് ലിവർപൂൾ വിൽ ഡെഫിനറ്റ്ലി ബി റിമെമ്പേർഡ്. പ്രീമിയർ ലീഗിൽ ഹി വിൽ ഡെഫിനറ്റ്ലി ബി മിസ്ഡ്. ആൻഡ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പുള്ളിക്കാരൻ പറയുന്നു മേ ബി ഞാൻ ഇപ്പൊ അടുത്ത് തന്നെ കോച്ചിങ് എടുക്കില്ല. എന്റെ ഒരു മനസ്സ് പറയുന്നു ഒരു 1 year ബ്രേക്ക് ഒക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരു 6 months ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് ആൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് റിഫ്ലക്ട് ചെയ്യാനും ഒന്ന് മെന്റലി റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു സമയം ഉള്ളപ്പോഴത്തേക്കും നമ്മൾ ഈ കടലിൽ പോകുന്നവർ ഒരു ഡയലോഗ് പറയുന്നത് കോൾ ഓഫ് ദ സീ. എന്തുവന്നാൽ അവസാനം കടലിലേക്ക് തന്നെ നമ്മളെ ആകർഷിക്കുന്ന ഒരു സംഭവമുണ്ട്. ഫുട്ബോളിൽ നിന്ന് കുറച്ച് വിട്ടിരുന്ന് കഴിഞ്ഞാൽ അവസാനം ദ കോൾ ഓഫ് ദ സീ വരും. മൈക്കൽ ജോർഡന്റെ ഒരു തിരിച്ചുവരവ് അതുപോലെ തന്നെയായിരുന്നു. ഹി കെയിം ബാക്ക് ആഫ്റ്റർ ബ്രേക്ക്. അപ്പൊ അതുപോലെ തന്നെ യൂർഗൻ ക്ലോപ്പും അതുപോലെ തന്നെ തിരിച്ചു വരുന്നു. പ്രീമിയർ ലീഗിലേക്കോ ഏതെങ്കിലും ഒരു ക്ലബിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊരു രസകരമായ ഒരു കാര്യം തന്നെയായിരിക്കും. മേ ബി ഹി മൈറ്റ് കോച്ച് എ നാഷണൽ ടീം, യു ഡോണ്ട് നോ, we never know. But anyway,
ഹിസ് അനൗൺസ്മെന്റ് ശരിക്കും പറഞ്ഞാൽ അടുത്ത സീസണിൽ ഒരു വല്ലാത്തൊരു മിസ്സായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പിന്നെ എല്ലാവരുടെയും ചോദ്യം സ്വാഭാവികമായിട്ടും അടുത്തതാരാണ് ലിവർപൂളിൽ എന്നുള്ളത്. അതിന് വേണ്ടിയായിട്ടുള്ള വേറെ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങളുടെ തോട്ട്സ് യൂർഗൻ ക്ലോപ്പ് ലിവർപൂൾ വിട്ടു പോകുന്നതിനെ കുറിച്ച് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം ഫുട്ബോൾ ഇസ് ലൈഫ്.